ഹലോ, അസ്സലാമു അലൈക്കും. എടാ, 8ാം ക്ലാസ്സിൽ ഓണം പരീക്ഷയ്ക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരു കവിതയുടെ ലൈനിൻ്റെ മീനിങ് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് നമുക്ക് 2-3 ലൈന് കവിതകൾ കൊടുക്കും. ചോദ്യം എന്താണ്? ഈ മീനിങ് ഇതിൽ ഏത് കവിതയുടെ ലൈനിൻ്റെ മീനിങ് ആണെന്നാണ്. ചില കുട്ടികൾക്ക് ഇതിനെ വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ആൻസർ കണ്ടെത്താൻ ചോദിക്കും. സത്യത്തിൽ മീനിങ് ഒന്നും അറിയാതെ നമുക്ക് ആൻസർ കണ്ടെത്താം. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഇതിൽ തന്ന വാക്കുകൾ ഇങ്ങനെ കലാമ്, ഉമ്മ്, റാഹത്ത്, നഫ്സ്, ഈ വാക്കുകളൊക്കെ അല്ലേ, ഇതിൽ ഏതിലാണ് വന്നിക്കണെന്ന് നോക്കുക. ഇതിങ്ങനെ നല്ലോണം നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെ വന്നിട്ട് കലാമ് ഇവിടെയാണ് വന്നിക്കണത്, വേറെ ഒന്നിലും ആ വാക്കുകളൊന്നും വരുന്നില്ല. സോ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. എങ്ങനെയാണ്? നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിതേൻ്റെ ലൈന് കവിതയിലെ ഏത് ലൈനുമായിട്ടാണോ കൂടുതൽ മാച്ച് ആവണത് അതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പം അങ്ങനെ നന്നായി വായിച്ചു നോക്കിയാൽ വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേ, അർത്ഥമൊന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ അല്ല അടിപൊളിയിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, കണ്ടെത്തുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ആരുടെയും സഹായിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് ഷൈൻ ചെയ്യാം, പരീക്ഷയ്ക്ക് മാർക്കും നേടാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.